ഹായ് 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 നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മൾ ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ അല്ല നമുക്ക് കുറച്ച് മാംഗോസ് റിവ്യൂ ഉണ്ട് അതിനിടെ കൂടെ നമുക്ക് ഈ വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന ഒരു അലിഗേഷൻ ആണല്ലോ നമ്മുടെ നാംഡോക്മായി. നമ്മൾ നാംഡോക്മായിയെ താറടിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പൊതുവേ പറയുന്നത്. ആരോ പറഞ്ഞ പോലെ നാംഡോക്മായി എൻ്റെ വാപ്പാൻ്റെ സ്വത്തല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളത് ആരുമല്ല, ഇതൊരു വിദേശിയായിട്ട് നമ്മുടെ സ്വദേശിയായ ഒരു ഇനമാണ് അല്ലേ. ഒന്നും നമ്മളെ സ്വത്തല്ല. അതെ, എന്താ കൂടാതെ നമ്മൾ സ്വത്താണ്. അതെ, അത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്കാണെങ്കിൽ വീട്ടിൽ മാവുമില്ല. വവ്വാല് ചപ്പിയ മാങ്ങയും അണ്ണാൻ ചപ്പിയ മാങ്ങയൊക്കെയാണ്. ചിലർക്ക് ദുബായിൽ കണ്ടെയ്നറിന്റെ മേലെ മാങ്ങയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ദൈവാനുഗ്രഹം. ഇനിയും അവർക്ക് കണ്ടെയ്നറിന്റെ മേലെ മാങ്ങ 8 കിലോ കണക്കിന് കിടന്നുറങ്ങാനും വവ്വാല് ചപ്പാത്ത മാങ്ങ കഴിക്കാൻ പോകും. ചില ആൾക്കാർക്ക് പടച്ചോ നേരിട്ട് ഇറക്കി കൊടുക്കുമല്ലോ വവ്വാല് ചപ്പാത്തത്. അങ്ങനത്തെ ഒരു കഴിക്കട്ടെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അതൊക്കെ ഓരോരുത്തരുടെ ജീവിത അനുഗ്രഹങ്ങളാണ് അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോ ഭാഗ്യവാന്മാരാണ് അവര്, ഭാഗ്യവാന്മാരാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. ഇതേപോലെ നാട്ടുകാരയച്ച വവ്വാല് ചപ്പിയതും വവ്വാല് ചപ്പിയതൊക്കെ കിട്ടുക കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ഞങ്ങളൊരു ഈ ചാനലിൽ ഒരിക്കലും ഞാൻ മുന്നേ പല പ്രാവശ്യം വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞു, ഞങ്ങൾ ചാനലിൽ ഒരു നഴ്സറിക്കാരെയും താറടിക്കാനോ വ്യക്തിഹത്യ ചെയ്യുന്ന അതൊന്നും നമ്മുടെ ഇന്റൻഷൻ അല്ല. നമുക്ക് നമ്മൾ നാംഡോക്മായുടെ റിവ്യൂ ആണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ വർഷവും ചെയ്തു, ഈ വർഷവും ചെയ്തു. എല്ലാ മാവുകളും റിവ്യൂ ചെയ്യുന്ന പോലെ എല്ലാ മാവുകൾക്കും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറയാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാപാടിക്ക് പോലും നമ്മൾ നെഗറ്റീവ് ഉണ്ട്. ചെറുതാണ്, കാണാൻ ഭംഗി കുറവാണ്. നെഗറ്റീവ് പറയല്ല, നമ്മൾ പോസിറ്റീവ് പറയല എന്നാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ അതിന്റെ കൂടെ എന്താണോ അതിന്റെ അറിയണ്ടേ, എന്താ നെഗറ്റീവുകൾ ഇല്ലാത്ത ആളുകൾ ലോകത്തുണ്ടോ, നെഗറ്റീവ് ഇല്ലാത്ത പ്രൊഡക്ട്സ് ലോകത്തുണ്ടോ? എല്ലാം തേഞ്ഞ ആരാ ഉള്ളത് അല്ലേ? എല്ലാം തേഞ്ഞ നമ്മൾ വിചാരിച്ചാൽ ഏതെങ്കിലും മാങ്ങയെ അല്ലെങ്കിൽ ഈ നഴ്സറി ഇൻഡസ്ട്രിയെ നമുക്ക് തകർത്താൻ പറ്റുമോ? നമ്മള് കോഴിക്കോട്ടങ്ങാടിയുള്ള 3 പേര് ഇങ്ങനെ ഈ മാങ്ങ കഴിക്കുന്നേ തിന്നണേ അതിന്റെ വീഡിയോ ചെയ്യുന്നേ. അപ്പൊ ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കും, അതും ആകെ 5000 സബ്സ്ക്രൈബർ ഉള്ള ഈ തുക്കട ചാനൽ എന്ത് വളരെ കുറച്ച് പേര് കാണുന്ന ഈ ചാനൽ, അത്രയും കോർ ഫ്രൂട്ട് ലവേഴ്സ് കാണുന്ന ഒരു ചാനൽ. നമ്മളെ എന്താ പറയാ, അന്നം തരുന്ന കാര്യമോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മളെ വേണ്ടി നമ്മളെ 3 പേരെയും ചാനലാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാന്നുള്ളൂ. 3 ഇതിന്റെ ആൾക്കാരാണ്. നമ്മളിപ്പോ എനിക്കൊരു മാങ്ങ കിട്ടിയാല് ഇവർക്ക് രണ്ടാക്കാണ്, ഇവർക്ക് രണ്ടാക്കി കിട്ടിയാൽ നമ്മളത് എല്ലാവരും കൂടിയാണ്. ഈ നാംഡോക്മായിന്റെ കേസിൽ നമ്മളതിന്റെ താറടിക്കാൻ വേണ്ടി ചെയ്തെന്നാണ് പറയുന്നത്. എന്താണ് ഞങ്ങളെ വീഡിയോസ് ഒരു പ്രമുഖ ചാനൽ റാസ് ഗാർഡൻ ചാനലിൽ വന്നു. കുറേ പേര് ഞങ്ങളോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും കാലം പറയാത്തൊരു കാര്യമാണ് ഇന്ന ചാനലിനാണ് പേരെടുത്ത് പറയാം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു വാട്സപ്പിൽ. എന്തായാലും പേഴ്സണൽ ചാറ്റ് എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളി ഞങ്ങൾ പറഞ്ഞു, അതിൽ കുറേ എന്താ പറയുക തെറ്റായ കാര്യങ്ങൾ പുള്ളി അറിയാതെ പറഞ്ഞതായിരിക്കാം. പക്ഷേ ആരോപണങ്ങളാണല്ലോ, തെറ്റായ ആരോപണങ്ങൾ, അത് മോശമായ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിന് ഇത് ചെയ്യാൻ വേറെ വഴിയില്ല. അപ്പം ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ മാറ്റി ചെയ്താലും മതി, ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ ഒരിക്കലും താല്പര്യമില്ല. എൻ്റെ വോയിസ് റെക്കോർഡിങ്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് ബൈ ദ വേ. അപ്പോൾ പക്ഷെ പുള്ളിയും സ്വാഭാവികമായിട്ടും 100K ഒക്കെ സബ്സ്ക്രൈബറുള്ള പെരിയ ആദ്മി നമ്മൾ ഇവിടെ തുക്കട ചാനലിൽ. അപ്പോൾ പുള്ളിക്കും അതിന് താല്പര്യമില്ല. ബട്ട് ഫ്രണ്ട്ലി ആണ് കേട്ടോ, ഇപ്പോഴും ഫ്രണ്ട്ലി ആണ്. പുള്ളി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. ഞങ്ങളും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പുള്ളിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല വീഡിയോ ചെയ്യാതിരിക്കാൻ. ആരുടെയും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു പരാതിയോ മറുപടി പറയണം. അതെന്താന്ന് വെച്ചാൽ നമ്മളെ കൂടെ അല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് സ്വാഭാവികമായിട്ട് നമ്മളെ തെറ്റിദ്ധരിച്ചോ എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതും ബടാദ്മിയാണല്ലോ പറഞ്ഞത്. കണ്ടെയ്നർ കണക്കിന് മാങ്ങന്റെ മേലെ കിടക്കും. നമുക്ക് ആകെ 2-3 മാങ്ങയൊക്കെ കട്ടിന്റെ അടിയിൽ വെച്ച് നമ്മൾ ആഗ്രഹം തീർക്കും, അതിന്റെ മേലെ കിടക്കും. പക്ഷെ വവ്വാല് ചപ്പിയതാണ്. അതാണ് ചിലർക്ക് വവ്വാല് ചപ്പാത്തതൊക്കെയാണ് കിട്ടുന്നത്. അത് ഭയങ്കരം തന്നെ കേട്ടോ, അത് ഭയങ്കരം സംഭവമാണ്. ഒരു മാവ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതെ, നമുക്ക് ആർക്കും മാവും തോന്നില്ല ബോസ്. നിങ്ങളെ മാതിരി ബട ആദ്മിയല്ല. ദുബായിൽ വന്ന് അന്വേഷിച്ചാലൊന്നും നമ്മൾ അഡ്രസ്സും കിട്ടൂല. വാട്ടെവർ, നിങ്ങൾക്ക് പോയിന്റിലേക്ക് വരാം. ഞങ്ങൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എന്താണ് നമ്മുടെ ഇന്റൻഷൻ എന്നുള്ളത് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഇന്റൻഷൻ എന്താ, നമ്മൾ ഒരു ഫ്രൂട്ടിനെയും മോശമാക്കി പറയാറില്ല. പക്ഷേ ഈ ലോക നമ്പർ 1 സ്ഥാനം ഒരു സാധനത്തിന് കൊടുത്തിട്ടുണ്ട്, ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അത് ചാറ്റ് GPT കൊടുത്തിട്ടുണ്ട്.
മറ്റൊരു കൊടുത്തിട്ടുണ്ട്, ഇവർ ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ 1-ാം സ്ഥാനക്കാരനാകുമോ എന്നാണ് ചോദ്യം. ഞാനടക്കം ആളുകൾ 5-6 തൈകൾ വെച്ചിട്ടുണ്ട്. പലരും ഈ വീഡിയോ കാണുന്ന പലരും വെച്ചിട്ടുണ്ടാവും. ഇത് ഞങ്ങൾക്ക് താരടിച്ച് റീച്ച് കിട്ടാനാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു വീഡിയോ ചെയ്താൽ $2-3 അതിന് വരിക. എത്ര പൈസ എന്ന് കൂട്ടിയാൽ മതി. ഈ ചാനൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു $2000 ഇപ്പോൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്യാമറയും മറ്റു കാര്യങ്ങളും കൂടാതെ ഞങ്ങളൊരു സീസണിൽ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പൈസ ഞങ്ങൾ കൂട്ടുന്നില്ല, ടെൻഷനാവും. കണക്ക് പറയാത്ത മുന്നോട്ട് പോണ 3 ആൾക്കാർ ഒരേ വേവ് ലെങ്ത് ആണ്, അതുകൊണ്ട് ചിലവാക്കിയ പൈസയുടെ കണക്കോ ഞങ്ങൾ നോക്കാറില്ല, അത് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ $2-3 വരുമാനം കണ്ട് കുറേ ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ നല്ല മറുപടിയും കൊടുക്കാറുണ്ട്. അതിന് നിങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ മറുപടി പറയുന്നത് ക്രിറ്റിസിസം ചെയ്യാം, തീർച്ചയായിട്ടും. പക്ഷേ വ്യക്തിപരമായിട്ട് നീ അങ്ങനെ വീഡിയോ ചെയ്യും, നീ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ സോറി, നമ്മളെ വീഡിയോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നമുക്ക് ഇങ്ങനെയല്ലേ അറിയുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ ഇത് വേറെ ആളെ രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ടാൽ പോരെ, ഇവിടെ വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലരെ വിചാരം ഭയങ്കര അഹങ്കാരി മറ്റേത് ഓക്കെ, അതിനിപ്പോൾ എന്താ പറയാൻ പറ്റും, ഒന്നും ചിലത് എഴുത്തുകളിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണാതെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു കാലാപ്പാടിയുടെ വീഡിയോ വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. പുള്ളി കാലാപ്പാടി വെട്ടി ഭയങ്കര ജ്യൂസിയാണ്. ജ്യൂസിയാണ്, കട്ടിയാണ്, ക്രീമിയാണ്. അത് അടിപൊളി. കാരണം ചെറിയൊരു പൊളി. കാലാപ്പാടി അടിപൊളി. അപ്പോൾ ഈ സാധനം ജ്യൂസിയാണ്. ജ്യൂസി എന്ന് പറഞ്ഞാൽ നല്ല ചാറ് ഒഴുകുന്നതാണ്, കട്ടിയാണ്, നല്ല പിന്നെ ക്രീമിയാണ്, ഭയങ്കര ക്രീമായിട്ടുള്ള സാധനം. എനിക്ക് എന്തായാലും തോന്നുന്നത്, നമ്മൾ പണ്ട് ഒരു ഉപമാരുണ്ട്, അഞ്ജനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്ന പറയാം. അപ്പോൾ അഞ്ജനം എന്നറിയില്ല, മഞ്ഞൾ അറിയില്ല, വെളുപ്പ് എന്താണെന്ന് സോറി. നമുക്ക് ഇതുപോലെ ഉള്ള കാലാപ്പാടി ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മളെ വീട്ടിലൊരു കാലാപ്പാടി ഉണ്ട്. ഞാൻ വെച്ചതല്ല, മൈ ഡാഡ് വെച്ചതാണ്. കാണിച്ചു തരാം. ഈ ഒരു മാങ്ങയാണ് കാലാപ്പാടി. ഇത് ചട്ടിയിൽ, ഇത് ഇത്ര പോകുന്ന ചട്ടിയിലും ഡ്രമ്മിലും കാഴ്ച കാലാപ്പാടി എടുത്തിട്ട് ഇത് ജ്യൂസിയാണ്, ഊസിയാണ്, മണ്ണാങ്കട്ടയാണ്, ക്രീമിയാണ്. റാസ് ഗാർഡന് വേണമെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ നല്ല കാലാപ്പാടി ഞങ്ങൾ കൊണ്ടുതരുത്തി. ഡോണ്ട് വരി. ജ്യൂസിയും ക്രീമിയും എന്താണ് പുളിയും കാലാപ്പാടിക്ക് അല്ലേ, പുളി അടിപൊളി. അപ്പോൾ മാങ്ങയുടെ മൂപ്പ് വരെ തിരിച്ചറിയില്ല. ആരാന്നാ പറഞ്ഞു? കണ്ടെയ്നറിന്റെ മേലെ കിടന്ന ഓക്കെ, കണ്ടെയ്നർ. കാലാപ്പാടിക്ക് സിട്രസ് നോട്ട് കയറുക, നമ്മുടെ മല്ലികയുടെ പോലത്തെ സിട്രസ് നോട്ട് കയറി കഴിഞ്ഞാൽ കാലാപ്പാടി പിന്നെ പിടിച്ചാൽ കിട്ടും. അടിപൊളി. അതെ അതെ അതെ. അപ്പൊ ജ്യൂസി ക്രീമി എല്ലാം കൂടെയാണ് അടിപൊളി. പോരട്ടെ, അത് നമ്മൾ അംഗീകരിക്കുന്നു. ഓരോ മാങ്ങക്കും അതിൻ്റെതായ ഫ്ലേവർ ഉണ്ട്, വേണം. ഓരോ ഫ്ലേവർ ഉണ്ട്, ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു, തിരിച്ചറിയുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യത്യസ്തമായ മാങ്ങ വെക്കുന്നത്. വേൾഡിലെ ഏറ്റവും ട്രേഡ് മാർക്കറ്റ് ഉള്ളത് ഓ നല്ലതായുണ്ട്. ഓക്കെ, ഉണ്ടാവില്ല. നമ്മളെ മൂവാണ്ടൻ മാങ്ങ കിലോ 400 രൂപ 500 രൂപ ആരെങ്കിലും വാങ്ങും. നേരെ മൂവാണ്ടൻ, വേറെ വാങ്ങുന്നില്ല. എന്തുകൊണ്ട് മൂവാണ്ടൻ മാങ്ങ 400-500 രൂപ കിലോക്കാരും വാങ്ങുന്നില്ല? നാംഡോക്കുമായി ലുലു പോയിട്ട്, അത് ലുലു സാധാ മാർക്കറ്റ് അല്ല, ലുലു. അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്നത്? വെറുതെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതിന്റെ ഹൈലി ഡിമാൻഡ്, അതിന്റെ മധുരം, അതിന്റെ മധുരമുള്ള ആളുകൾക്കുള്ള മധുരം, അതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ അഖിൽ ഭായ്, ഈ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് സാധനത്തിനാണോ നാട്ടിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്? അതിൽ ഒരുപാട് പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു, എങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നു, എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. അതിന്റെ ഷെൽഫ് ലൈഫ് കാര്യങ്ങളുണ്ട്, ഫ്രൂട്ടിന്റെ ക്വാളിറ്റി അത് വേറെ വശമാണ്, അത് പിന്നെ പറയാം. ഞാൻ പറയാം, ഇപ്പൊ ടേസ്റ്റിന്റെ കാര്യത്തിൽ പുള്ളി തന്നെ പറഞ്ഞു കാലാപ്പാടി അടിപൊളിയാണ്. എന്തുകൊണ്ട്? ലോകത്ത് എവിടെ ഉണ്ട് കാലാപ്പാടി? എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരുപാട് വിദേശ സുഹൃത്തുക്കൾ ഞാൻ കാലാപ്പാടി കൊടുത്തിട്ടുണ്ട്. അവർ അത്രയും നല്ല അഭിപ്രായം പറഞ്ഞ മാങ്ങയാണ്. പക്ഷെ അവർക്ക് അതിലും ഇഷ്ടപ്പെട്ടൊരു മാങ്ങയുണ്ട്, ഫസോവൈസ്, ഈജിപ്തിന്റെ. അപ്പോൾ ഈ കണ്ടെയ്നറിന്റെ മേലെ കിടന്നുറങ്ങിയ 30 വർഷം കിടന്നുറങ്ങിയ ആള് ഈ ഫാസോവൈസ് കണ്ടിട്ടില്ലേ? അതെ.
അതാ ചോദിക്കണേ. നല്ല മല്ലിക കണ്ടിട്ടില്ലേ, നല്ല ചൗസ കണ്ടിട്ടില്ലേ, നല്ല എത്ര ഇനം മാങ്ങകളുണ്ട് നമ്മുടെ ഇമാ പസന്ത്. പിന്നെ എങ്ങനെയാണ് ഇത് നമ്പർ 1 വരിക? സ്വന്തം ഒരാൾ നമ്പർ 1 കൊടുക്കണമെങ്കിൽ അങ്ങനെങ്കിലും പറയണ്ടേ. ഇപ്പം നമ്മുടെ നാട്ടിൽ കായ്ക്കൂല എന്നൊക്കെ പറയും, എന്നാലും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതെ ഈൽഡിങ് അല്ല. അപ്പം നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന എത്ര നല്ല ഇനങ്ങളുണ്ട്. ബ്ലാക്ക് ബ്രിയൂരുണ്ട്, ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ നഴ്സറി കണ്ടെത്തിയിട്ടുണ്ടോ? പെട്രീഷ്യ ഉണ്ട്, നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഇനങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ചാനൽ ഇവർ പൈസ കൊടുത്താലും വീഡിയോ ചെയ്യിക്കില്ലെന്ന്. നമ്മൾ ഈ പറയുന്ന ഒരാളെയും പൈസ കൊടുത്തിട്ടല്ല, നമ്മൾ അങ്ങോട്ട് പോയി നമ്മളെ ചിലവിൽ പോയി ചെയ്താൽ കഴിഞ്ഞിട്ട് ചോദിച്ചതിൻ്റെ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ചാനൽ റൺ ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്താനൊക്കെ ഞങ്ങൾക്കറിയാം. നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ കണ്ടെയ്നറിന്റെ മേലെ കിടന്നിട്ടില്ലെങ്കിലും എന്താണ് കട്ടില് കിടന്നിട്ടുള്ള അതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞത് ഒരു വ്യക്തി മാത്രമാണ് ഇവിടെ എല്ലാം തികഞ്ഞ് എന്നുള്ളത് ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഞങ്ങൾ ഒരിക്കലും ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഒരു ചാനലിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഒരു ടീമാരെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അത് കുറിക്കുകൊണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഇനിയുള്ള കാര്യം നമ്മൾ നാംഡോക്മയെ മാത്രമാണ് വിമർശിച്ചത്. അതെ, വിമർശിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ഉണ്ട്. അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് വേൾഡ് നമ്പർ 1 എന്ന് പറഞ്ഞ് തള്ളി കയറ്റി എത്ര ആൾക്കാർ സാധനം വാങ്ങിച്ചു, അതായത് ചില്ലറ പൈസ കാണാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ എത്ര പൈസക്ക് സാധനം വിട്ടോട്ടെ, നല്ലത് കൊടുത്തോളൂ, അതിന്റെ ക്വാളിറ്റി പറഞ്ഞു കൊടുത്തോളൂ. നാംഡോക്കിന് ഫ്ലേവർ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തോളൂ. അവിടെ മറ്റുള്ള സാധനങ്ങളൊക്കെ മല്ലികയും ഇമാപസന്തിനെയും പെട്രീഷ്യയും ഈ പറയുന്ന ഒരുപാട് ഇനങ്ങളെയും ചന്ദ്രക്കാരനടക്കം ഇതിനെയൊക്കെ തഴഞ്ഞ് ഇതിനൊരു ഈവൻ നമ്മുടെ മഹാചാനൂക്ക് മലയാളികൾക്ക് ഏതാണ് ഇഷ്ടം? മഹാചാനൂക്കാണ് ഈ പറയുന്ന 99% ആൾക്കാർക്കും നാംഡോക്കുമായേക്കാൾ ഇഷ്ടം, അല്ലേ? നമ്മുടെ ഇത് ബനാന മഹാചാനൂക്ക്, നമ്മുടെ ഇതോ കിങ് ഓഫ് ചക്കാപ്പത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതെ അതെ, ഒരുപാട് പേർക്ക് അത് ഇഷ്ടമെങ്കിലും നമ്മൾ മാങ്ങയെ പറ്റി പറഞ്ഞ്, മാങ്ങേൻ്റെ ഫ്ലേവർ കുറവിനെ പറ്റി പറഞ്ഞ്, നമ്മൾ ഈ ചാനൽ ഈ പുള്ളിയുടെ റാസ് ഗാർഡിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സിനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറഞ്ഞോ? ഒരു ആരോ പുള്ളിയുടെ മറ്റേ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച്, ചോദ്യങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക, നമ്മൾ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോട് മറുപടി കൊടുക്കണ്ടേ? അതുപോലും കൊടുക്കാൻ എന്ത് ചെയ്യുന്നത് മറുപടി? നമ്മളതിന് ഭാഗവാക്കല്ല, നമ്മളതിന് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പുള്ളി ചെയ്ത പണി എന്താണ്? നമ്മുടെ ചാനലിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പബ്ലിക്കലി അതേ ഒരു ഉപകാരം ചെയ്തു പുള്ളി. അത് ചെയ്തൊരു ഉപകാരം കൂടി ഉണ്ടായി നമുക്ക്. ഉപകാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും വലിയ കോമഡി, ആൾക്കാർ കയറി നീ രക്ഷപ്പെടും, നിന്റെ ചാനൽ അടിച്ചു കയറി. എന്റെ പൊന്ന് ബോസേ, സാധാ കയറുന്ന പോലെ എന്റെ ചാനലിന്റെ ഡാറ്റ കാണാൻ ഞാൻ ഇട്ടുതരാം. സാധാ കയറുന്ന പോലെ ഡെയിലിയും 10-20 സബ്സ്ക്രൈബർ തന്നെ കയറിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ പറയുന്ന 5 ലക്ഷം സബ്സ്ക്രൈബറുള്ള മറ്റൊരു പ്രമുഖ ചാനലുണ്ട്. ഈ പറയുന്ന ഈ ചാനലുകൾ ഇപ്പോൾ ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും മാക്സിമം വ്യൂ 5000 മുതൽ 10000 വരെ ഉള്ളൂ. കോവിഡ് സമയത്ത് ഇവർക്കൊക്കെ ഒരു സബ്സ്ക്രൈബർ ബൂം ഉണ്ടായി എന്നല്ലാതെ ഇവർ വീഡിയോസ് ഒക്കെ എടുത്ത് പോയി 5 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, അവർക്കും ഇത്ര വ്യൂവേഴ്സ് ഉള്ളൂ. ഏറിപ്പോയ 15000 പോകും. പിന്നെ ആൾക്കാർ എൻഗേജ്ഡ് ആയി. ഈ പറയുന്ന റാസ് ഗാർഡനും അത്രയൊക്കെ തന്നെ കാണുന്നുള്ളൂ. അല്ലാണ്ട് ഇതെന്തോ മറ്റേ ഷാറുഖ് ഖാൻ ലെവലുള്ള ചാനലാണെന്ന്, മറ്റേ ചാനൽ ബൂസ്റ്റിംഗ്. നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് കാണുന്നവർ കാണും. നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം നമ്മുടെ ഇന്റൻഷൻ എന്താന്നുള്ളത്. അത് അവർ കണ്ടുകൊണ്ടേയിരിക്കും. വെറുതെ മറ്റുള്ളവരെ വീഡിയോ കണ്ട് നെഗറ്റീവ് അടിക്കുന്നവർ വന്ന് അടിച്ചോളി, നമ്മൾ അടിച്ചു പോവാന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കമന്റ് ഇട്ടേനാണ് ഫേക്ക് അക്കൗണ്ട് ആണ്. അതെ, ഏറ്റവും വലിയ കോമഡി സബ്സ്ക്രൈബർ കയറും, വലിയ കോമ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത്. മാർക്കറ്റ് വാല്യൂ അത് വെറുതെ വായിട്ട് പറഞ്ഞുകൊണ്ട് മൂവാണ്ടമാങ്ങൾക്ക് വരലല്ലേ ചെയ്യേണ്ടത്. മൂവാണ്ടമാങ്ങ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം കുറച്ച് ദിവസമായിട്ട് ഒരു നാംഡോക്കിന്റെ വിവാദങ്ങൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. വിവാദം ഉണ്ടാവും. എനിക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഒരു കോൾ എനിക്ക് ദുബായിൽ നിന്ന് വന്നു. ദുബായ് എന്താ നിങ്ങള് ഒരു ടീമിനെ നിങ്ങള് റിവ്യൂ ഒക്കെ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ അവരെ അവോയ്ഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ റിവ്യൂ ചോദിച്ച് ഒഴിവാക്കിയിട്ടില്ല. റാസ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഞാൻ വാട്സപ്പ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ അലിഗേഷൻ അവിടെ പൊളിഞ്ഞു. ഓക്കെ, അത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്, അപ്പോൾ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. വോയിസ് മെസ്സേജ് ഡേറ്റ് അത് കഴിഞ്ഞ നവംബറിൽ ചെയ്താണ്. അപ്പോൾ എന്തായാലും അത് കൊടുക്കാം. അപ്പോൾ പറഞ്ഞു മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല. അങ്ങനെയാണ് പിന്നെ തപ്പി നോക്കിയപ്പോൾ ഞാൻ റിമൂവ് ചെയ്തൊരു വ്യക്തിയാണ്. യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്ത വ്യക്തി.
അങ്ങനെ യൂട്യൂബിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെന്ന് തെളിയിച്ചാൽ റാസ് ഗാർഡൻ പറയുന്ന പൈസക്ക് നമുക്ക് ഒരു ബെറ്റ് വെക്കാം. നമുക്കും പൈസക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും കണ്ടെയ്നറിന്റെ മേലെ കിടക്കാത്ത ആൾക്കാരല്ലേ, മറുപറ്റ് തിരിച്ചും തരണം. അതിന് കുറച്ച് കൂട്ടി വെക്കാം, ഒരു 1,00,000 റുപ്യ വെക്കാം, എന്നാൽ പിന്നെ നമുക്ക് 30,000 വെച്ച് വീതിക്കാലോ. അപ്പോൾ അതിന് തയ്യാറുണ്ടെങ്കിൽ തയ്യാറായിക്കോളൂ. അപ്പൊ ഒരു വർഷം മുന്നേ കുറെ വേണ്ടാത്ത കമന്റുകളൊക്കെ ഇട്ടിട്ട് നടന്നിരുന്ന കുറച്ച് ആൾക്കാർ അപ്പൊ ആ ഗ്രൂപ്പ് കണ്ടപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഈ വിഷയത്തിലേക്ക് കിടക്കാം. നാംഡോക്കുമായി നമ്മളെ വാപ്പാന്റെ ബന്ധമല്ല, നമ്മളതുമല്ല. നാംഡോക്കുമായി നമ്മൾ കാറ്റഗറി ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വെക്കേണ്ട 10 മാങ്ങകൾ നമ്മളെ വീട്ടിൽ നമ്മൾക്ക് കുറച്ച് സ്ഥലമുള്ളവര് വെക്കുമ്പോ ഒരു ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ 10 മാങ്ങന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാൻ കാലാപ്പാടി നാംഡോക്കുമായി ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബനാന മാംഗോ R2 അതിന് അതായത് ഉൾപ്പെടുത്താനുള്ള കാരണം ഞാനൊന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ അങ്ങാടി കൂടെ 3 കിലോ 100, 4 കിലോ 100 എന്ന് പറഞ്ഞു കൊണ്ടുപോയ സാധനം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല. വെക്കുന്നത് ഒരു വെറൈറ്റി, അതൊരു വർത്തുള്ള സാധനമാണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സുലഭമായിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്താണെങ്കിൽ ഭായി, അതിന് സ്വാഭാവികമായിട്ടും വില കുറയൂലേ ഈ പ്രൊഡക്ഷൻ കൂടുമ്പോൾ? ഈ നീലം മാങ്ങ നമ്മുടെ നാട്ടിൽ റേറ്റ് കുറവാ, നല്ല മാങ്ങയല്ലേ? നല്ല ഇപ്പൊ വാങ്ങിയാലോ? നല്ല മല്ലികയോ? മല്ലിക വെട്ടമുള്ള മാങ്ങ ഉണ്ടോ ഇവിടെ ഇന്ത്യയിൽ? മല്ലിക ഇപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ പിന്നെ 1.25 കിലോ 100, 1.70 രൂപ. അത് നോക്കി വാങ്ങിക്കാൻ നമ്മൾ പഠിക്കണമെന്നേ ഉള്ളൂ. അതാണ് അവിടാണ് ഓക്കെ, നോക്കി വാങ്ങിക്കാൻ പഠിക്കണം. പിന്നെ സിന്ദൂരം നല്ല വാങ്ങിയല്ലേ? കാലാപ്പാടി നല്ല ബെസ്റ്റ് വാങ്ങിയാണ്. പിന്നെ എന്ത് മാർക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? വർത്ത് എന്താണ് ഈ വർത്ത്? അല്ല, ഇതെന്താണ് ഇത് ഈ പറയുന്ന നമ്പർ 1 പറയുന്നത് ആളുകളിലേക്ക് ഈ മാങ്ങ കഴിച്ച് തുടങ്ങിയിട്ടില്ല ആളുകൾ കഴിച്ചു. ഈ വർഷം കുറെ ആളുകൾ കഴിച്ചു. അവരൊക്കെ നെഗറ്റീവാ പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ്, അതായത് ഫ്ലേവർ. നമ്മുടെ വീഡിയോസിന്റെ അടിയിലും ഇദ്ദേഹത്തിന്റെ റാസ് ഗാർഡന്റെ വീഡിയോസിന്റെ അടിയിലും പോയി നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ കമന്റ് വായിക്കൂ. ഞങ്ങൾക്ക് ആരും ഫാൻസും അമ്പാരിയും മറ്റേ സിൽവർ ബട്ടണൊന്നും ഇല്ലാത്ത സാധാരണക്കാരാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കും. ഇത് ഒറ്റ ചോദ്യം ഒന്നേ ഉള്ളൂ, നാംഡോക്കിന് ഫ്ലേവർ ഉണ്ടോ? ഇറ്റ്സ് എ ഫ്ലോറൽ ടേസ്റ്റ് എന്നാണ് ഗ്ലോബലി തന്നെ പറയുന്നത്. ഫ്ലോറൽ ടേസ്റ്റ്, ഹണി ലൈക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിന് ഫ്ലേവർ ഇല്ല എന്നാണ് പറയുന്നത്. ഹണിക്ക് ഉള്ള ഫ്ലേവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്വീറ്റ് ഫ്ലേവർ. നാംഡോക്കുമായി എന്ന് പറഞ്ഞാൽ വാക്കിന് തന്നെ അർത്ഥം ഇറ്റ്സ് പൂന്തേൻ എന്നാണ്. പൂന്തേൻ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അവര് കറക്റ്റ് പേര്, നമ്മൾ അതിന് എക്സാജറേഷൻ കൊടുത്ത് വേറെ മമ്മൂട്ടിയാക്കി മാറ്റി. എന്റെ റാങ്ക് ലിസ്റ്റാണ്. ഓക്കെ. അപ്പോ അതൊരു വേൾഡ് റാങ്ക് ലിസ്റ്റ് ഒന്നല്ല. വേൾഡ് റാങ്ക് ലിസ്റ്റിൽ 5ാം സ്ഥാനമുള്ള നാംഡോക്കിനെ ഞാൻ കൊടുത്തിട്ട് 2ാം സ്ഥാനത്തേക്കാണ് ഞാൻ വെച്ചത്. അപ്പൊ അത് റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ടൊന്നല്ല, ഇത് റസാഖിന്റെ ലിസ്റ്റ്. അപ്പൊ ഇത് റാസ് ഗാർഡന്റെ ലിസ്റ്റാണ് പറയുന്നത്. വേൾഡ് ടോപ്പ് 5. നമുക്ക് ആദ്യം ടോപ്പ് 5നെ കുറിച്ച് പറയാം. ഇത് ഈ ChatGPT, ഗൂഗിള്, ഇന്ന സാധനങ്ങൾ, ഇത് വേൾഡിലെ ഏറ്റവും ഇതിൽ കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കാർഷിക വൃത്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളും അവരുടെ പ്രൊമോട്ടേഴ്സും ഇത് അടിച്ചു കയറ്റി വിടുന്ന ഒരു സാധനമാണ്. ടോപ്പ് 10ൽ വരുന്നതാണ് ടോമി ആറ്റ്കിൻസ്. ഈ ടോമി ആറ്റ്കിൻസ് US-ല്ല, ഇത് പലരും ചിലത് US ഉണ്ടാക്കും, ചിലത് ഫിലിപ്പീൻസ് ഉണ്ടാക്കും, ചിലത് ഇന്തോനേഷ്യ ഉണ്ടാക്കും, തായ്ലൻഡ് ഉണ്ടാക്കും, ഇന്ത്യക്ക് ഉണ്ടാക്കി വിടാം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറെ ഇന്ത്യൻ്റെ വാങ്ങ കയറി വരിക. ഇത് അമേരിക്കയിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ അവരെ വാങ്ങ കയറി വരിക. ഇത് ലൊക്കേഷനും ജോഗ്രഫിയും അതും ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ റിപ്പോർട്ട് വരിക. അതും ഗൂഗിളിന് ആരാണ് കൂടുതൽ ഡാറ്റ കൊടുക്കുന്നത്? അവരുടെ ഡാറ്റയാണ് വരുന്നത്. ഗൂഗിളിന് കാലാപ്പാടിയെ കുറിച്ച് ചിലപ്പോൾ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്പർ 1 ആവും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം 2ാം സ്ഥാനം കൊടുത്തതെന്ന്. ഇദ്ദേഹം ആദ്യം 2ാം സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ വേറൊരു വീഡിയോയിൽ വന്നിട്ട് കാലാപ്പാടിയേക്കാളും മുന്നിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. നാംഡോക്കുമായി എന്ന് പറഞ്ഞാൽ മാംഗോയിലെ കിങ് ആണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ അവൈലബിൾ ആയ മാങ്ങയിൽ ഏറ്റവും എൻ്റെ ഒരു ഗ്രേഡിങ്ങിൽ ഏറ്റവും ടോപ്പ് മാങ്ങയാണിത്. കാലാപ്പാടിയാണ് ഞാൻ 1ാം സ്ഥാനം കൊടുത്തിട്ടെങ്കിലും അത് വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കും എന്നുള്ളത് കൊണ്ടാണ്. മാങ്ങൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് മാങ്ങ. പിന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു മാവ്, വീട്ടിൻ്റെ മുന്നിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മാവ്, അതാണ് നാംഡോക്കുമായി. ഇതിന്റെ 3-4 കളറുകൾ ഉണ്ട് ഇപ്പോൾ ഇതിന്റെ. അപ്പൊ എന്തായി? അപ്പല്ല, അപ്പൊ 1ാം സ്ഥാനം കൊടുത്ത ആളിപ്പോ പിടികിട്ടില്ല. അതത്രേ ഉള്ളൂ. ഇനി അതൊക്കെ പറയുന്ന വ്യക്തി 6 തൈ ഇങ്ങനെ വ്യക്തി ഒഴിവാക്കി പിന്നെ 2 തൈ നിർത്തി, അവിടല്ലേ അതിന്റെ ഇത് കാണിക്കേണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ട് നാംഡോക്കി കഴിച്ചത് പുള്ളിന്റെ വീഡിയോ തന്നെ പറഞ്ഞ വേറെ കൊടുത്തു കൊടുത്തിട്ടാ. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വീഡിയോയില് പുള്ളി കെടുന്ന് മെഴുകണുണ്ട് മറ്റോളെ കൊണ്ട്, മറ്റേ 2 ആളെ കൊണ്ട് ഇത് മോശമാണെന്ന് പറയിപ്പിക്കാൻ. എന്നതിന്റെ ദിവസം അവസാനം പറഞ്ഞത് അതൊരു സിഗരറ്റിന്റെ അല്ലെങ്കിൽ ഒരു പിന്നെ പുകലന്റെ മണം ഉണ്ട് എന്നുള്ളത്.
അപ്പൊ പുകലന്റെ മണം എന്താന്ന് പോലും അറിയാത്തൊരു ആളാണ് താൻ. അതത്രേ ഉള്ളൂ. മാവിന്റെ മാങ്ങ ഇപ്പൊ ലാസ്റ്റ് വേറൊരു വീഡിയോയില് നമ്മളെ MS കൊണ്ട് കിടന്നും അറിയിപ്പിക്കുന്നു. MS കിടന്നിട്ട് ഉരുളുന്നുണ്ട്, കിടന്ന് ഉരുളാണ്. കാരണം ഇവനക്ക് നെഗറ്റീവിലേക്ക് എത്തിക്കണം, അവൻ പറഞ്ഞു കുടുങ്ങി. ഇനി എല്ലാവരെ കൊണ്ട് അത് നെഗറ്റീവിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് കിടന്ന് 6 തൈ വെട്ടി ഒഴിവാക്കി. ചങ്ങായി ഒരു തൈന്റെ വെച്ചിട്ട് ഒരു മാങ്ങ കഴിക്കുന്നത് നമുക്ക് കാണിക്കാൻ വരെ പറ്റിയിട്ടില്ല. ഈ ഒരു കൊല്ലത്തിന് മുന്നേ ഒരു മാങ്ങ നീ നാമ്പോക്ക് കഴിച്ചത് വേറൊരു സുഹൃത്ത് കൊടുന്ന് തന്ന മാങ്ങ. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ഒരു എക്സ്പീരിയൻസ്, പിന്നെ റിവ്യൂ ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണ്ടേ? കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ വേണ്ടത്? അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എക്സ്പീരിയൻസിന് മുന്നേ മാങ്ങ കായ്പ്പിക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഈ മാത്തൈ കൊണ്ട് ഇങ്ങനെ കെട്ടിമറിഞ്ഞ് നടക്കുന്നതല്ല. നമ്മൾ സാധനം പേടിച്ച് ഒരു മൂലക്ക് വെക്കും, അത് കായ്ക്കുമ്പോൾ കായ്ക്കും. ഇനിയിപ്പോൾ റാസ് ഗാർഡൻ കാണണമെങ്കിൽ നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ 6 തൈയിൽ വെട്ടി ഒഴിവാക്കി പറയുന്നതാണ്. ഒഴിവാക്കിയല്ല, മൾട്ടിഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പോൾ ഗ്രാഫ്റ്റിങ് അല്ല, റാസ് ഗാർഡന് അവിടെ എന്തായാലും ഇത് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ഇല്ലല്ലോ, വേറെ സ്ഥലത്ത് നിർത്ത് മറിച്ച് കൊടുക്കല്ലേ. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ മറിച്ച് കൊടുത്തോളി. പക്ഷെ നമ്മളിവിടെ വെട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. അതിന്റെ വീഡിയോ ഇടണം എന്നൊക്കെ എവിടെ കാണിക്കും എന്നൊക്കെ പറയുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ തരാം. വെല്ലുവിളികളൊക്കെ നമ്മൾ നല്ല വെറൈറ്റീസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു നാംഡോക്കിലും ബാക്കിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നാംഡോക്ക് ചെയ്തത് അത് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം നാംഡോക്ക് നല്ല റൂട്ട് സ്റ്റോക്കാണ്, നല്ല റൂട്ട് സ്റ്റോക്ക്, നല്ല ഹെൽത്തി ആയിട്ട് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ് ആ മാവിന് ഉണ്ടായത്. കുളമ്പൊക്കെ നല്ല റൂട്ട് സ്റ്റോക്ക് തന്നെ, നല്ല റൂട്ട് സ്റ്റോക്കാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ആരോ കൊടുത്ത മാങ്ങ. നമ്മൾ പറഞ്ഞല്ലോ, റാസ് ഗാർഡനോട് ഓൾറെഡി പറഞ്ഞു, നമുക്ക് മാങ്ങ ഇല്ല, ഇല്ലാത്തവരിങ്ങനെ പുച്ഛിക്കല്ലേ. നമ്മളിത് വെട്ടി മറ്റിനങ്ങളാക്കി മാറ്റുന്നുണ്ട്. അത് നമ്മളെ പറമ്പിലല്ല, ആരാൻ്റെ പറമ്പിൽ. നമുക്ക് സ്ഥലമൊന്നുമില്ല, നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്തായാലും മാങ്ങൻ്റെ മേലെ കിടക്കുകയാണല്ലോ, നല്ല കാര്യം. അതും 30 കൊല്ലം മാങ്ങൻ്റെ മേലെ കിടന്നു തുടങ്ങിയ ആളാണ് കണ്ടെയ്നറിൻ്റെ. അത് കുഴപ്പമില്ല. നമ്മളെ എക്സ്പീരിയൻസ് പറയാണെങ്കിൽ ദുബായിലുള്ള അവീറ ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ട് അന്വേഷിച്ചത് 33 കൊല്ലം മാങ്ങന്റെ മേലെ കിടന്നു തുടങ്ങി. സകല മാങ്ങ കണ്ടെയ്നർ കണക്കിന്, കിലോ കണക്കിനല്ല, കണ്ടെയ്നർ. പാകിസ്ഥാന്റെ ആണെങ്കിലും സൗത്ത് ആഫ്രിക്കന്റെ ആണെങ്കിലും എവിടുത്തെ മാങ്ങന്റെ ആണെങ്കിലും. ഇപ്പൊ ഞാൻ ഒരു 5-6 വർഷമായിട്ട് കുറച്ച് മാങ്ങ, പുതിയ യമന്റെ മാങ്ങകൾ ഇറങ്ങിയിട്ടുണ്ട്. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ മാങ്ങകളും അതിന്റെ കൂടെ കൂടെ പോയി അതും കൂടി കിടന്നിട്ട് പോന്നാ പോരാ. പർച്ചേസ് ചെയ്ത് അതിന്റെ നല്ലതും പടക്കും നോക്കിയിട്ട് പരിചയമുള്ള ആളാണ്. 100% ആ ഒരു ഉറപ്പിൽ തന്നെയാണ് പറയുന്നത്. അല്ലാതെ വല്ലവരും കൊണ്ടു വന്ന അണ്ടിയപ്പിയ വാങ്ങാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് അതിന്റെ നല്ലതും പടക്കും നോക്കിയിട്ട് പരിചയമുള്ള ആൾ തന്നെയാണ്. 100% ആ ഒരു ഉറപ്പിൽ തന്നെയാണ് പറയുന്നത്. അല്ലാതെ വല്ലവരും കൊണ്ടു വന്ന അണ്ടിയപ്പിയ വാങ്ങാൻ അല്ലെങ്കിൽ വവ്വാരി അപ്പിയ വാങ്ങാൻ നിന്നിട്ട് എല്ലാം ഞങ്ങൾ ഒരു വ്യക്തിയെയും ഈ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ വല്ലവരും കൊണ്ടുവന്ന് അണ്ടിയപ്പി വാങ്ങാം, അടിപൊളി. വവ്വാലി അപ്പി വാങ്ങാം, അതും അടിപൊളി. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കാതിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ആളുകൾ നമ്മൾ ഇത്രയും കാലം ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻസൾട്ട് അല്ലേ ഈ ചെയ്യുന്നത്? നമ്മൾ പുള്ളി മാങ്ങേന്റെ മുകളിൽ കിടന്നുറങ്ങിക്കോട്ടെ, ഒരു കാലാപാടിന്റെ റിവ്യൂ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടു. ഈ മാങ്ങന്റെ നാട്ടിലൊരു മാങ്ങയെ കുറിച്ച് നല്ല രീതിയിൽ റിവ്യൂ പറയാൻ അറിയില്ല. ഞാനൊരു പറയട്ടെ, ഇങ്ങനെ കൊയലപ്പം പോലത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് 1000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബ്രിക്സ് മീറ്ററും റാസ് ഗാർഡനോട് നമുക്ക് പറയാനുള്ളത്, ഞാൻ മുന്നൊരു വീഡിയോക്ക് കമന്റ് ഇട്ടിരുന്നു, നല്ല ബ്രിക്സ് മീറ്റർ പഠിക്കും. ഹന്നന്റെ ബ്രിക്സ് മീറ്റർ ഉണ്ട്. നിങ്ങൾ കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്ന ആളല്ലേ, 35,000 രൂപയ്ക്ക് നല്ല ബ്രിക്സ് മീറ്റർ കിട്ടും. ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ SND വേണ്ട, ഇത് ആകെ 10-12,000 രൂപയേ ഉള്ളൂ. ഇതെങ്കിലും ഒന്ന് വാങ്ങി, അല്ലെങ്കിൽ ഹന്നൻ്റെ വാങ്ങി. അതിൽ ആൾക്കാർ കാണിക്കും ഒരു മാമ്പഴം കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ്, ഫ്ലേവർ, സ്മെല്ല്, അരോമ, തൂക്കം, അതിൻ്റെ ടെക്സ്ചർ, നമ്മുടെ നാട്ടിലെ മാമ്പഴത്തോടുള്ള സിമിലാരിറ്റി, ഇങ്ങനെ ചെയ്യും. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ. എത്ര വാടി വീണ മാങ്ങ തിന്നിട്ട് R2E2 നാംഡോക്കി അടക്കം വാടി വീണ മാങ്ങ തിന്നിട്ട് ഹൊണി. ഇത് ഹൊണി എന്നാ പറയുന്നത്. പിന്നെ R2E2 ഒക്കെ ഹൊണി അല്ല. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ മാക്സിമം ചിലപ്പോൾ ഇന്ത്യയിൽ 20 കിട്ടുമായിരിക്കും, പുറത്തുനിന്ന് 20 കിട്ടുന്നില്ല എന്ന് പറയുന്നത്.
അപ്പൊ അതിന് ഫ്ലേവറും ഒരു മൈൽഡ് ഫ്ലേവറാണ്. മൈൽഡ് കർപ്പൂരം ഇതുപോലെ കർപ്പൂരം ഫ്ലേവർ പോലും അതിൽ പറയാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ കഴിക്കാൻ രസമുള്ള നല്ല അഭിപ്രായം നമ്മൾ പറഞ്ഞതാണ്. ഒരിക്കലും പറ്റൂല. നെഗറ്റീവ് റിവ്യൂ ഉള്ള ഒരു സാധനമായിരുന്നു ആർട്ടിറ്റ്. ഞങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട നമ്മൾ ഒരു ആളെ തടിച്ചമർത്തുന്ന താത്തിന് നേഴ്സറിക്കാർ താത്തിന് നമ്മൾ ബനാന മാങ്ങയെ കുറിച്ച് കൊടുത്ത റിവ്യൂ നല്ല റിവ്യൂ ആണ്. കിങ് ഓഫ് ചക്കപ്പത്ത് നല്ല റിവ്യൂ ആണ്. അത് നല്ല റിവ്യൂ ആണ്. നാംഡോക്കി പോലും നല്ല റിവ്യൂ ആണ്. പക്ഷെ സ്മെല്ലും ഫ്ലേവറും കുറച്ച് പോരായ്മകൾ ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. കാറ്റിമോൺ നല്ല റിവ്യൂ ആണ്. പിന്നെ അതെങ്ങനെ ഞങ്ങൾ ഈ അടിച്ചമർത്തുന്ന ആൾക്കാരാവുന്നു. അപ്പൊ നോക്കുമ്പോ എല്ലാം നോക്കണ്ടേ. ഹോണി അയ്യോ ഈ ഹോണി ഈ ഹോണിയുടെ ബ്രിക്സ് എന്ന് പറയുന്നത് 70 മുതൽ 80-85 വരെ വരും. ഹണി ഇത് റീഡ് ചെയ്യില്ല. ഇത് 50 വരെയൊക്കെ റീഡ് ചെയ്യുള്ളൂ ഈ പറയുന്ന. അപ്പോ നമുക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇനി റിവ്യൂ ചെയ്യുമ്പോൾ ഇത്തരം ഡീറ്റെയിലുകൾ കൂടെ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. നമ്മുടെ ഈ പറയുന്ന അല്ല അത്രയും നന്നായിട്ട് മാങ്ങ സെയിൽ ചെയ്യുന്നവര് മാവുകൾ സെയിൽ ചെയ്യുന്നവരാണ് അതിന്റെ റിവ്യൂ കറക്റ്റ് പറയണം. അത് കച്ചവടം കൂടുതലേ ഉള്ളൂ. നല്ല മാങ്ങ ശരിക്കും ചെയ്യുന്നത് ഇത്തരം നഴ്സറിക്കാരെ സപ്പോർട്ടല്ലേ ചെയ്യുന്നത്. അവര് മോനെ പിടിച്ചോ എനിക്ക് ചായ പൈസ തരുന്നുണ്ടോ കയ്യിലെ പൈസ ചെലവാക്കി അടിക്കുന്ന പട്ടിനെ വാങ്ങി അത് അവര് ചെയ്യേണ്ട പണിയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അവര് ഓരോ മാങ്ങന്റെ റിവ്യൂ നമ്മൾ ആ ബ്ലാക്ക് പ്രിവ്യൂ ഒക്കെ ചെയ്തിട്ട് ജോയിച്ചന്റെ മാവുകളെല്ലാം വിറ്റ് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് പോട്ടെ. പിന്നെ അപ്പൊ ഈ റിവ്യൂ എന്ന് പറഞ്ഞാല് അതാണ് നമ്മളെ എന്താണോ മാങ്ങ എങ്ങനെയാണോ മാങ്ങ അത് എക്സാക്ട് നമ്മളെ റേഷ്യോ വരെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, എത്ര പെർസെന്റേജ്. നമ്മുടെ നാട്ടിലെ ഇനങ്ങളോട് സിമിലർ ആയിട്ടുള്ള കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് കാഴ്ചയാണെങ്കിൽ അത് വേണം. ഫ്രൂട്ട് പഞ്ച് ചെയ്ത് എന്റെ റിവ്യൂ റിലീസ് ചെയ്യാം. പക്ഷെ എന്റെ ടേസ്റ്റ് സിമിലർ ടു നീലാണ്. അതെ കറക്റ്റ്. ദൂത് പേടോ ഭയങ്കര എന്താ മാങ്ങ സൂപ്പർ മാങ്ങ. അതിന്റെ ഫ്ലേവർ നമ്മൾ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ എല്ലാം ഒരേപോലത്തെ ഫ്ലേവറുള്ള മാങ്ങകൾ വെച്ച് പെടണ്ട. ഇതിപ്പോ നമ്മള് കളക്ട് ചെയ്യുന്ന മാതിരി എല്ലാവർക്കും മാങ്ങകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോ പുറത്തുനിന്ന് ദുബായ് മാർക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് ഫാമിൽ നിന്ന് ഡയറക്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് ഒരു കോൾ വന്ന് മാങ്ങാണ് വന്നത്. ഇവിടെ ഉള്ള നഴ്സറിക്കാർ മുഴുവൻ കൊടുക്കുന്നു ഈ ബംഗാളിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാവരും അടുത്ത് ഒരേ തയ്യാ. എന്താ ഇവിടെ പ്രത്യേകത? തീർച്ചയായും ഒരുവിധം എല്ലാരും ഈ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ഇല്ലാത്ത എല്ലാരും ചെയ്യുന്നത് മോശമല്ല. അത് ചെയ്യണം. നാളത്തേക്ക് നല്ല തൈ കിട്ടട്ടെ അല്ലെ. അല്ലാതെ ഭയങ്കര സംഭവമാക്കി അതുപോലെ ഞാനാണ് എല്ലാം അടുത്തേക്ക് പോവാം. ഞാൻ പിന്നെ ഇപ്പൊ ഇവിടെ റിവ്യൂ ചെയ്യണത് എന്റെ വീട്ടിൽ കാഴ്ച മാങ്ങണം. ചട്ടിയിലാണോ? ചട്ടിയിൽ അല്ലേ? ആഹാ. ഇദ്ദേഹത്തിന്റെ ഈ മനോരഞ്ജിതം എന്ന് പറഞ്ഞൊരു മാവിനെ കുറിച്ചുള്ള റിവ്യൂ ഉണ്ട്. മോനെ കോമഡി എന്ന് പറഞ്ഞാൽ ലോക കോമഡിയാ മനോരഞ്ജിത്. ആരെയും കണ്ടിട്ടുണ്ടോ? സൂപ്പർ മാങ്ങാണ് ഞാൻ ആ വീഡിയോ കാണാനിടയായത്. ഞാൻ ഇത് അപ്ലോഡ് ചെയ്തപ്പോ വേറൊരാള് കമന്റ് ചെയ്തു, റാസ് ഗാർഡൻ ചെയ്ത റിവ്യൂ ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു റിവ്യൂവിനെ പറ്റി അറിഞ്ഞത് ചെക്ക് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമാണ് നമ്മൾ റിവ്യൂ നമ്മൾ അത് റിവ്യൂ പോലും ചെയ്യാറില്ല. കാരണം എന്താ, അത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ. ഒരുപാട് മാങ്ങകൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. കണ്ടെയ്നറിന് മേലെ കിടക്കുമ്പോ എങ്ങനെയാണ് ഈ ചട്ടീത്ത വാങ്ങുന്നത്? അതാണ് എന്റെ സംശയം. അത് പോട്ടെ, അത് വേറെ സംശയമാണ്. എന്താണ് പറയുന്നത്? നമ്മൾ ഈ ഇദ്ദേഹത്തെ തകർക്കാൻ എവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നാംഡോക്കുമായി വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേടില്ല എന്നുള്ളത് നമുക്കറിയാലോ. അത് ഓൾറെഡി പറഞ്ഞല്ലോ. കണ്ടെയ്നറിന്റെ മേലെ കിടക്കുന്ന ആൾ. പിന്നെ പുള്ളിയെ വ്യക്തിഹത്യ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ അതിനെ പറ്റി ഒന്നും. നമ്മൾ നാംഡോക് മൈ മാങ്ങയെ കുറിച്ച് മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. അതിന് പുള്ളിക്ക് വികാരം വരേണ്ട പുള്ളി മാത്രമല്ലല്ലോ ഇത് വിൽക്കണത്. ആയിരക്കണക്കിന് നഴ്സറിക്ക് കേരളത്തിൽ എത്രയോ നഴ്സറികളുണ്ട്. അതെ, ഇത് കോഴിയെ കട്ടന്റെ തലയിൽ പൂടണ്ടാറ് പറയാണ്ട് തടവിയ ഒരു കഥ ഉണ്ടല്ലോ. ഇതിപ്പോ ആരാ പറഞ്ഞ മാതിരി നമ്മള് മൂപ്പര സബ്സ്ക്രൈബർ ഇങ്ങോട്ട് വരുന്ന പോലെ നമ്മളെ സബ്സ്ക്രൈബർ അങ്ങോട്ട് പോകാൻ എന്തായാലും റാസ് ഗാർഡനെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്യുന്ന അടുത്തുള്ള വീഡിയോസ് ഒക്കെ 4000, 5000, 10000 അത്ര വ്യൂസ് ഉള്ളൂ. എത്ര സിൽവർ ബട്ടൺ ഉണ്ട് പറഞ്ഞിട്ടു. ഈ ഒരു ചാനലിന്റെ മാത്രല്ല, എല്ലാ ചാനലിന്റെയും അവസ്ഥ അതൊക്കെ വലിയ സംഭവമാക്കി വിടാനൊന്നും ഇല്ല ബോസേ.
ഇതാണ് അടുത്ത കമന്റ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് ബാഡ് കമന്റ് ഇടാൻ പറയണം. എന്റെ പൊന്നു റാസ് ഗാർഡനെ, നിങ്ങൾ വീഡിയോ ഒന്ന് വീഡിയോ കാണാതെ എന്തൊരു നമ്മൾ ആ കമന്റ്സ് കണ്ടിട്ടാണ് പറഞ്ഞത്. ഒരിക്കലും അങ്ങനത്തെ ഒരു കമന്റ് ഇടരുത്. വീഡിയോയിലും പറയുന്നുണ്ട് കൂടെ ഒരാൾ കമന്റ് ഇട്ടതിന്റെ അടി പോയി എഴുതിയിട്ടുണ്ട് ഇവിടെ കമന്റ് ദയവ് ചെയ്ത് ഇങ്ങനത്തെ കമന്റ് നമ്മളെ താല്പര്യം അതല്ല, നമ്മളെ ഉദ്ദേശം അതല്ല. എന്തിനാണ് വന്നിട്ട് ഇവിടെ കമന്റ് ഇട്ടിട്ട് മൂപ്പര് നമുക്കൊരു നഴ്സറിയോ തൈവൽപ്പനയോ അല്ലെങ്കിൽ മറ്റേ ഇവരെ വ്യക്തിഹത്യ, ഒരാളെ ഒരു പേഴ്സണൽ വ്യക്തിഹത്യ ചെയ്യുന്നല്ല നമ്മളെ ഉദ്ദേശം അതല്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ റാസ് ഗാർഡൻ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ ഇവിടുത്തെ ഫ്രൂട്ട് ഇൻഡസ്ട്രിയിൽ, പ്ലാന്റ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്താണ്. നല്ല വിലക്ക് പുള്ളി വിൽക്കുന്നുണ്ട്. മറ്റുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും അതിന്റെ ആ ഒരു പൈസക്ക് സാധനം വിൽക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് മാരുതിയുടെ പൈസക്ക് സാധനം വിൽക്കാൻ പറ്റുന്നു. എന്നിട്ട് ഈ മറ്റുള്ളവർ പുള്ളിക്കാരനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ സപ്പോർട്ടാണ്. പുള്ളി ഉണ്ടാക്കിയെടുത്ത മാർക്കറ്റാണ്. ഒരു നല്ല കാര്യം. നല്ലൊരു കച്ചവടക്കാരനാണ്. ഞാൻ വരെ മൂപ്പരെടുത്ത സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ലോങ്ങൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ജപ്പാൻ ഗോ വാങ്ങിച്ചിട്ടുണ്ട്. 3 കായ ഈ വർഷം, കഴിഞ്ഞ വർഷം 1 കായ, ഈ വർഷം 2 കായ. ലോങ്ങൻ കഴിച്ചിട്ടില്ല. ഞാൻ അതിന്റെ വീഡിയോ വരെ അപ്ലോഡ് ചെയ്തിരുന്നു. 4 സീസൺ ലോങ്ങൻ 3 വർഷമായിട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അത്ര കെയറും ചെയ്യാറില്ല. എന്നാലും എന്റെ മിസ്റ്റേക്ക് ആവാം. ഞാൻ അതിനൊരു കമ്പെടുത്ത് വേറെ ഒന്നൊരു ഗ്രാഫ്റ്റ് ചെയ്തു. അതിപ്പോ പൂട്ട് 2 മാസം കൊണ്ട് സെയിം ഈ വാങ്ങിച്ചതിൽ നിന്നാണ്. അപ്പൊ ഞാനൊരു വീഡിയോ വരെ ചെയ്തിരുന്നു ഒരു 2 ആഴ്ച മുന്നേ. ഞാൻ പറഞ്ഞത് കുറ്റം പറഞ്ഞിട്ട് മേ ബി റൂട്ട് സ്റ്റോക്കിന് ഇഷ്യൂ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തു. അങ്ങനെ വരെ അപ്ലോഡ് ചെയ്ത നമ്മളെ കുറിച്ച് മൂപ്പര് എന്തിനാണ് വെറുതെ ചാനലിന്റെ പേരും ആൾക്കാരെ ഈ അണ്ടിചപ്പിയ വാങ്ങി മമ്പചപ്പിയ വാങ്ങിയൊക്കെ എടുത്ത് പറയും. വല്ല കാര്യമുണ്ട്? ആരൊക്കെയോ വാക്ക് കേട്ട് മോട്ടറായിട്ട് ചെയ്തതായിരിക്കും. ആരൊക്കെയോ പോയി. എനിക്കൊന്ന് പുള്ളിയുടെ എന്താ പറയുക, ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് പുള്ളി വീഡിയോ കണ്ടത്. നമുക്ക് എന്താ പറയാ. അപ്പൊ അങ്ങനെ പറയാൻ തോന്നുള്ളൂ. അപ്പൊ എല്ലാം എയിം വെക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറെ. അപ്പൊ ഈ വേറെ കാര്യമുണ്ട്. ഇനിയിപ്പോ അടുത്ത ഒരു പറ്റും കൂടെ വെക്കാം. നമ്മള് നെഗറ്റീവ് കമന്റ് ഇടാൻ പറഞ്ഞതായിട്ട് റെക്കോർഡിംഗ് എടുത്ത് കാണിക്കട്ടെ. അപ്പൊ ഞാനത് ഏതോ ചങ്ങായി എന്നുള്ളതായിരിക്കും. ഇന്നാണ് ഇപ്പൊ ഞാനത് ദുബായിലുള്ള ആളെ പേര് പറഞ്ഞില്ല വിളിച്ചിട്ട് ദുബായിലാണ്. അവർക്കൊന്ന് റിവ്യൂ എടുക്കാൻ എന്താ നീ കൊടുക്കാതെ? എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാലോ. നോക്കിയാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത ആളാണെന്നുള്ളത്. ചുരുക്കി പറഞ്ഞാല് ആ ചെങ്ങായിന്റെ വീഡിയോന്റെ ഇതന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പറയാൻ മറന്നു. ഇതൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. കാലാപ്പാടിന്റെ പറയാനല്ല ഇപ്പൊ ഞാൻ വന്നത്. ഇപ്പൊ ആശയം മാറി കിട്ടിപ്പോയതാണ്. പിന്നെ ഒരു ഡൗട്ട് ഇല്ല. ഇതൊന്നും റിക്കാർഡിൽ വരാത്ത വാങ്ങിയത്. എന്തുകൊണ്ടാണ് റിക്കാർഡിൽ വരാത്തതെന്ന് പറഞ്ഞാല് നമ്മളെ ഒരു ഇട്ടാവട്ടം കേരള റീജിയനിൽ, തമിഴ്നാട് കേരള റീജിയനിൽ കിടന്ന് കളിക്കുന്ന മാങ്ങ മാത്രമാണ്. അപ്പൊ അത് വേൾഡ് അടിസ്ഥാനത്തിൽ പോണ ഒരു മാങ്ങല്ല. വേറെ എവിടെയും ലോകത്തിൽ ഇല്ല. അവരാരും ഇത് കണ്ടിട്ടില്ല. നേരെ മറിച്ച് നാംഡോക്കുമായി വേൾഡ് അടിസ്ഥാനത്തിൽ കിടന്ന് കളിക്കുന്ന മാങ്ങ. തായ്ലൻഡിന്റെ മാത്രം എടുക്കുകയാണെങ്കിൽ തായ്ലൻഡിന്റെ നമ്പർ 1. തായ്ലൻഡിന്റെ നമ്പർ 1 അത് അണക്ക് ഇനി അറിയില്ല എന്നുള്ളത് അറിയില്ല. അപ്പൊ തായ്ലൻഡിന്റെ നമ്പർ 1 ആയിപ്പോ വേൾഡ് നമ്പർ 1 ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേൾഡിലെ ചാർട്ട് കാണിച്ചു തരാം. അത് ചാറ്റ് ജിപിടിയുടെ കേട്ടോ, അല്ലാതെ ഗൂഗിളിന്റെ അല്ല. ചാറ്റ് ജിപിടിന്റെ ഒരു പ്രത്യേകത എന്താ അറിയില്ല, ഏറ്റവും അവൈലബിൾ ആയ ക്യൂറേറ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ചാറ്റ് ക്യൂറേറ്റ് ചെയ്ത് ആരൊക്കെ കൊടുക്കുന്ന ഡാറ്റ അവർ സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ റിപ്പോർട്ട് തരുന്നത്. അല്ലാതെ ഇവിടെ ലോകത്തിലുള്ള സകല റിവ്യൂസിന്റെയും റിവ്യൂ എടുത്ത് ആക്കി കുറുക്കിയിട്ടാണ് അതിന്റെ സകല റിവ്യൂസ്. അപ്പൊ സകല റിവ്യൂസ് എല്ലാം ഇത് ഇവർ എടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റകളാണ്. ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ മാങ്ങിന്റെ ഇത് എടുത്തിട്ട് ഒരു ഇവിടെ ഇന്ത്യക്കാര് 1.5 ബില്യൺ ആൾക്കാരാണ്. എല്ലാവരും കയറി അൽഫോൺസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കയറ്റി വിട്ടാല് വേൾഡ് നമ്പർ 1 അൽഫോൺസ് അത്രേ ഉള്ളൂ. ഇത് വോട്ടെടുപ്പിന്റെ നമ്മളെ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ വോട്ടെടുക്കുന്ന മാതിരി അത്രേ ഉള്ളൂ. ആരെ ഡാറ്റ കൊടുക്കുന്നു അതിന്റെ പിന്നാലെ പോകുന്നു. എന്താണ് ബോസേ, ഏത് സോഴ്സ് നിന്നാണ് ഇത് എടുത്തത് എന്നിട്ടാണ് നമുക്ക് തരുന്ന റിപ്പോർട്ട്. സിഗരറ്റിന്റെ കാലാപാടിന്റെ അപ്പോ ആ സിഗരറ്റിന്റെ മണം ക്ലിയർ ചെയ്യാം. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് താറടിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഫ്ലേവറിന്റെ കാര്യം ഇല്ല എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പ്രാവശ്യം കഴിച്ചു കമന്റ്. പിന്നെ അടുത്ത വർഷം വരും ഈ വീഡിയോ ഇവിടെ ഉണ്ടാവും. അടുത്ത വർഷം ആൾക്കാർ കായ്ക്കും. ഇനി കൂടുതൽ കായ്ക്കില്ലുള്ളൂ. കേരളത്തിൽ ലക്ഷക്കണക്കിന് തൈ വിറ്റുപോയിനല്ലോ. തീർച്ചയായും ലക്ഷക്കണക്കിന് നാംഡോക്ക് ആൾക്കാരുടെ കയ്യിലുണ്ട്. നല്ല വിലക്ക് വിറ്റുപോയിനെ. ഓക്കെ, എന്തായാലും അടുത്ത വർഷം കായ്ക്കും. ഇനി അതിന്റെ ഞെട്ട് ചെത്തിയിട്ട്
മണത്ത് നോക്കി കിട്ടുണ്ടോ നോക്കി, ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യമില്ല പറഞ്ഞു. എന്തിനാണ് നമ്മൾ നാംഡോക്കുമായി ജസ്റ്റ് ഞെട്ടൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്യുക. ആ കറയുടെ സ്മെൽ എങ്ങനെയുള്ള? നിങ്ങൾ രണ്ടാമത് എന്തെങ്കിലും നാംഡോക്കുമായിട്ട് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. അങ്ങനെ വിദേശമാകാനോട് ഈ നാടന്മാരുടെ ആൾക്കാരാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല, നമ്മൾ മാങ്ങയുടെ ആൾക്കാരാണ്. വിദേശി സ്വദേശി മാങ്ങ ഇങ്ങനെ തിന്നാൻ രസമുള്ള ഏത് മാങ്ങ നമുക്ക് ഓക്കെയാണ്. പിന്നെ എന്ത് നമ്പർ 1 ആണിത് കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്പർ 1 ആണ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോന്റെ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെട്ട് നമ്പർ 2 നാംഡോക്കുമായി. നമ്പർ 2 മൂപ്പരന്നെ മാറ്റി 1 ആക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാം. നാംഡോക്കിന്റെ കായ്ഫലം മറ്റുള്ള മാങ്ങന്റെ ഒക്കെ ആ കാറ്റഗറി ഇപ്പൊ ഞാൻ ആവർത്തിക്കണില്ല, ആ വീഡിയോ കാണുന്നവർക്ക് കാണാം. അതാണ് നീ ഇവനിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു. ഓക്കെ, ഇവന്റെ വീഡിയോ പോരട്ടെ. 11 പോരട്ടെ. വായിക്കാൻ അറിയാഞ്ഞിട്ട് തന്നെയല്ലേ ബോസേ? എന്താണ് വായിക്കാൻ അറിയാത്തോണ്ട് തന്നെ? അറിയാത്തോണ്ട് തന്നെയാണ്. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി തരും. നല്ല കഥ. നാംഡോക്കു മായോ കുമാരിയോ ആരും അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഇൻ ദ സെൻസ് നാംഡോക്കുമായി മാംഗോ ഇസ് സെലിബ്രേറ്റഡ് ഫോർ ഇറ്റ്സ് എക്സ്ക്യൂസ്ഡ് ഫ്ലേവർ luxurious of texture and versatility, making it a favorite. ഏറ്റവും ആരോമ അതല്ല ഇത് പറയുന്നത്. അപ്പോ എക്സ്ക്യൂസിറ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അരോമ എന്നാണ് അത്ര പറയുന്നത്. നല്ല അരോമാണ്. ഫ്ലോറൽ ആൻഡ് ആരോമാറ്റിക് ടേസ്റ്റ്. സ്വീറ്റ് ഫ്ലോറൽ അരോമാറ്റിക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്. നമ്മൾ പറഞ്ഞ സെയിം നാട്ടിലേക്കാണ് ഇപ്പൊ സ്വീറ്റ് ആണ്. അരോമാറ്റിക് അരോമയുണ്ട്, നല്ല അരോമയാന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ഫ്ലോറൽ. ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ എന്താ? പൂവ്, പൂന്തേൻ. അപ്പൊ എന്താ എവിടെ അതിന്റെ ഫ്ലേവർ? അപ്പോ ഈ ഫ്ലേവർ എന്ന് പറയുന്നത് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഈസിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ മാമ്പഴങ്ങളായിട്ട് കമ്പയർ ചെയ്യാം. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. അപ്പോ അടുത്ത സ്മൂത്ത് സ്ട്രക്ചർ, നമ്മളത് സമ്മതിച്ച കാര്യമാണ്. സ്മൂത്ത് സ്ട്രക്ചർ, പെർഫെക്റ്റ് ബാലൻസ് ഓഫ് സ്വീറ്റ്നസ് ആൻഡ് ടാൻജിനസ്. ഇതില് ആലോചിച്ച് നോക്കണം, ഇത് എന്തിനാണ് നമ്മൾ ഈ ChatGPT റിസൾട്ട് പെടുത്തുന്ന ആൾക്കാർക്ക് കണ്ട് താരതമ്യപ്പെടുത്താൻ? ടാൻജിനസ് എന്ന് പറഞ്ഞാൽ പുളിപ്പ്, അല്ലെങ്കിൽ ഒരു ടാർട്ട്നസ്, ഒരു നമ്മളെ ടാങ്ക് ഒക്കെ കുടിക്കുമ്പോൾ ഫീൽ ഉണ്ടാവില്ല, ഓറഞ്ച് ഫീൽ. എസ്പെഷ്യലി ഡിലൈറ്റ്ഫുൾ ആൻഡ് റിഫൈൻഡ്. ഈ ടാൻജിനസ് ഒന്നും ഇതിനില്ല. അപ്പൊ ഇത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതിന്റെ അടി പോസ്റ്റ് ചെയ്തതാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? അപ്പൊ ഇല്ലാത്ത സാധനമാണ് ഈ ChatGPT വരെ തള്ളി കയറ്റി വെക്കുന്നത്. ആരോ കൊടുക്കുന്ന സാധനം. ഇതിന് എന്ത് ടാൻജിനസ്? പച്ചക്ക് പുളി ഉണ്ടാവും, പഴുത്ത നാംഡോക്കുമായി പുളി ഉണ്ടോ? ഇല്ല, പച്ചക്ക് പുളി ഇല്ലല്ലോ. പച്ചക്ക് ഒരു ലൈറ്റ് പച്ചക്ക് കഴിക്കാം. എന്താണ് വേണ്ടത്? എന്തായി? സിഗരറ്റിന്റെ എന്താണ്? നേരം വെളുത്തിട്ടില്ല, ഇല്ലല്ലോ, പുച്ചായി. പണ്ടത്തെ കാലം എന്നല്ല, മുഖമൊക്കെ മാറിട്ടോ അതാണ്. അപ്പൊ ഇന്നിപ്പോ വിരലമർത്തിയാൽ എല്ലാം വരുന്ന ഒരു കാലം കൂടെയാണ്. അപ്പൊ ജനങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ വേറൊരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നമ്മള് ഫ്ലോറിഡയിലെ ഒരു കർഷകർ, വയസ്സായ ആളാ. And I had one Namdok May, and you know that Namdok May, I do not like it. That's one I do not like. It just doesn't taste right. But this was, like I said, a Keat, and this was done in 23. But it's now a Pickering. That's a Pickering. And this is, there's a story on this one. You see the Pickering hanging there, but it's got a Bailey's Marvel. And yeah, it's got a Namdok May in it because it was a Namdok May tree. Well, even though you don't like it, some people do. So it's good for a commercial to sell those. That's right. The next tree over there is there's Pickering on that side, that heavy part. That was done in 23, but the graphs on this. ഇദ്ദേഹം നാംഡോക്കുമായി വെട്ടിയിട്ട് പിക്കറിങ് കയറ്റുന്നുണ്ട്. ഫ്ലോറിഡയിലെ ഒരു കർഷകനാണ്. ഇദ്ദേഹം നാംഡോക്കുമായി വെട്ടിയിട്ട് അതിൽ പിക്കറിങ് കയറ്റുന്നുണ്ട്. പുള്ളി അതിന് ഇഷ്ടപ്പെടാത്ത കാരണം വീഡിയോ തന്നെ ഞാൻ വീഡിയോയും കൂടെ ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്യാം. പിക്കറിങ് എന്തായാലും നിങ്ങൾക്ക് അറിയണ്ടാവും, കണ്ടെയ്നറിന്റെ മേലെ കിടന്നല്ലേ. ഞാൻ അറിയില്ലെങ്കിൽ പിക്കറിങ്ങിന്റെ കിട്ടല്ലോ ഫോണിൽ തോണ്ടിയാല് അത് നോക്കിക്കോ. അതെ, അല്ല മൂപ്പര് എല്ലാം ഫോണിൽ കിട്ടിയതിനെ കൊണ്ട് പ്രശ്നമില്ല. പിക്കറിങ് യൂസ് ചെയ്യുന്ന സാധനം കൊണ്ടൊന്നും ചെയ്താണ്. അതിന്റെ വേണമെങ്കിൽ നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്താണ് പിക്കറിങ്? ഓക്കെ, ഇവർക്ക് എന്തായാലും അറിയണ്ടാവും. ദുബായിലെ കണ്ടെയ്നർ ആണല്ലോ. ഓർഗനൈസർ ഞാനങ്ങനെ
ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കി അയാൾ ഭയങ്കര കർഷകനാണോ മറ്റേതാണോ ഭയങ്കര ആദ്യത്തെ വീഡിയോ തന്നെ തുടങ്ങുന്നത് എന്താ വേറെ ഒരാള് കൊടുന്ന മാങ്ങ കഴിച്ചിട്ട് ഒരു കൊല്ലം ഒരു കൊല്ലത്തിന്റെ കഴിഞ്ഞ കൊല്ലത്തിലാണ് കഴിഞ്ഞ സീസണിലാണ് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ പിറ്റത്തെ കൊല്ലം വന്നിട്ട് പറയണത് 3-4 ആൾക്കാരുണ്ട് അതില് നല്ലപോലെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവര് പറയുമ്പോ നല്ലപോലെ പറഞ്ഞാല് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക അല്ല നല്ലപോലെ പറഞ്ഞാൽ എന്താ പറഞ്ഞത്? വെക്കണ്ടാത്തൊരു വെക്കണ്ട നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ആവശ്യമുള്ളവർ മാത്രമല്ല വീഡിയോ കണ്ട് കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു ഞങ്ങൾ വെട്ടിക്കളയാം. ഞാൻ പറഞ്ഞു വെട്ടിക്കളയും, ഒരു ഗോൾഡും ഇതും വെച്ചോളൂ, കഴിച്ചു ഒരു അല്ലാണ്ട് ഒരു കൃഷിമാരി ഒരു 5-6 എടുത്തിട്ട് എവിടെ കൊണ്ട് വെക്കാനാ കാര്യമില്ല. പിന്നെ നാംഡോക്കിക്ക് ഉള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ പറയുന്നുണ്ട്. കൊമേഴ്ഷ്യൽ വാല്യൂ കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ ചെയ്തോളൂ. അത് നമ്മളെ കേരളത്തിന്റെ ഒരു വെതർ കണ്ടീഷൻ നമ്മൾ കേരളത്തില് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് 95% ആളുകൾ വെക്കുന്നത്. അങ്ങനത്തെ ഒരാളെ കാണും. ഇപ്പൊ 500 ഏക്കർ 1000 ഏക്കർ കൃഷി ചെയ്യുന്നവർക്ക് നമ്മൾ ചാനൽ കണ്ടത് കൂടെ ചാനലിന്റെ വല്ല ഒരാവശ്യമില്ല. അവർ ഇതിനെക്കാട്ടി നല്ല സ്റ്റഡി ചെയ്ത് മറ്റേ സിൽവർ ബട്ടണുള്ളവർക്കൊക്കെ കണ്ടോളൂ. നമ്മളിതിന്റെ ആവശ്യമില്ലല്ലോ അവിടെ. നമ്മളത് ഇല്ല ബോസേ. ഇനി കാണിക്കുന്നേ. അപ്പോൾ ഞാൻ വെട്ടിയ വീഡിയോ ലിങ്ക് ഇടാം. ഇദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളത് അപ്ലോഡ് ചെയ്തു. തീർച്ചയായും അവിടെയും പെട്ട് പെടൽ കാര്യമില്ല. അതാണ് വിരൽത്തുമ്പിലുണ്ട്. പിന്നെ ഇവിടെ വന്ന് മാങ്ങ കഴിച്ച് നോക്കിയിട്ടാണ് ആളുകൾ കൈയെടുക്കുന്നത്. ഇപ്പൊ പേര് പറയാണെങ്കിൽ പേര് പറഞ്ഞില്ല, മാളയിലുള്ള ഒരു വ്യക്തി ഡോക്ടർ ആദ്യം 3 നാംഡോക്കുമായി എടുത്തത്. അത് 3000 റുപ്യന്റെ 3 നാംഡോക്കുമായി. ഈ മറ്റേ ഏതൊരു ചാനൽ തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ഷമ്മാസ് ഒരു വീഡിയോ ഞാൻ കണ്ടു. ടെറസിന്റെ മുകളിലൊക്കെ ടെറസിന്റെ മേലും സെയിം അതിലും ഇതേ അഭിപ്രായം. നാംഡോക്ക് ഫ്ലേവർ ഇല്ല എന്നുള്ളത്. പുള്ളിയും ചിലപ്പോ നമ്മളെ കാറ്റഗറി പെട്ടതായിരിക്കും. പുള്ളിക്കെതിരെ വീഡിയോ ചെയ്യോ? അത് നമുക്ക് തപ്പി പിടിച്ച് അതും കൂടെ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ആകെ മൊത്തം ട്രാപ്പാണല്ലോ ബോസ്. അതിന്റെ ശേഷമാണ് പുള്ളി ഒരു മാങ്ങ കഴിച്ചത്. കഴിച്ചതിന്റെ ശേഷം ആ 3000 റുപ്യന്റെ തൈ അവിടെ വെച്ചിട്ട് 8000 റുപ്യന്റെ 6 തൈ എടുത്തത്. അപ്പൊ 8000 റുപ്യന്റെ തൈന്റെ കഥ ഒന്നും ഇപ്പൊ നമ്മളിപ്പോ പറയണ്ട. അതൊക്കെ പോട്ടെ. അത് കച്ചവടം നമ്മളെ വിലന്റെ കാര്യം ആവശ്യമില്ലാതെ പറയിപ്പിക്കണ്ട. ബംഗാളിലും ഇവിടെ ഉള്ള എല്ലാ ഒരുവിധം ടീംസിനൊക്കെ നമുക്കും അറിയാം. അവിടുത്തെ വില നിലവാരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ വിടി. ഈ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പലരും ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച മാമ്പഴങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും താല്പര്യം. വീട്ടിൽ വളഞ്ഞ ഒരുവിധം മാമ്പഴങ്ങളൊക്കെ അത്യാവശ്യം രുചി ഉണ്ടാവുന്നതാണ്. തീർച്ചയായും. അതിന്റെ കാരണം എന്താ വെച്ചാൽ നല്ല മൂപ്പ് തീരെ വരുന്നില്ല കടകളിൽ. മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ് അത്. വീട്ടിൽ നല്ലൊരു വളഞ്ഞ ഒരു ആവറേജ് മാമ്പഴം കഴിച്ചാൽ പോലും ഭയങ്കര പിന്നെ സ്വന്തം ഉണ്ടാക്കിയതിന്റെ ഒരു ഇതുണ്ടാവും. പിന്നെ വേൾഡ് നമ്പർ 1 തന്നെ തള്ളി കയറ്റി വെച്ചതിന്റെ ഒരു പ്രതീക്ഷ കഴിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഒരു ഫീൽ ഉണ്ടാവും. സിഗരറ്റിന്റെ മണമുള്ളവരാരെങ്കിലും എടുക്കോ? പൊന്നാര ചങ്ങായി ഈ സിഗരറ്റിന്റെ മണം പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഈ സ്പ്രേയില് പറയുന്നുണ്ട് നമ്മള് ടൊബാക്കോ, ലെതർ എന്നൊക്കെ പറയുന്നത് മൂരിന്റെ തോലോ പോത്തിന്റെ തോലാണ്. അതെ, ടൊബാക്കോ സ്മെൽ നമ്മള് സിഗരറ്റ് വലിച്ചൂതുമ്പോൾ സ്മെല്ലാണ്. എന്താണ് ഭയ അത് പോട്ടെ. അതിന്റെ ക്ലാസ് എടുക്കാൻ നമ്മള് എന്താണെന്നറിയോ, ടൊബാക്കോന്റെ കണ്ടെയ്നറിന്റെ മേലെ കിടന്നിട്ട് അതെ സിഗരറ്റിന്റെ മണമുള്ളവരാരെങ്കിലും എടുക്കോ? എന്താ പറയണ്ടേ പൊന്നാര ചങ്ങായി. മാങ്ങ തിന്നിട്ട് റിവ്യൂ ചെയ്യണം. അല്ല വല്ലതും അണ്ടി വവ്വാല് കപ്പിട്ട മാങ്ങ എടുത്തിട്ട് വീണ്ടാമതും കടയിൽ നിന്ന് വാങ്ങി തിന്നിട്ടല്ല. ഇല്ലാത്തവരാണ് ബോസ്. നമ്മള് കഷ്ടപ്പെട്ട ആത്മീയാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇനി നമ്മള് കടയിൽ നിന്ന് മേടിച്ച മാങ്ങ എന്ന് പറഞ്ഞാല് പുറത്തുനിന്ന് മേടിച്ച കുറച്ച് മാങ്ങകൾ നമ്മള് കടയിൽ നിന്ന് മേടിച്ചതാണ് അല്ലെ. ഇപ്പൊ പിന്നെ ഇത് നമ്മുടെ മറ്റേ നിങ്ങളെ ഫാദർ കൊണ്ടുവന്ന ഒരു മാങ്ങയുടെ പേരുണ്ടായിരുന്നു കിയോകാമി നമ്മള് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. പിന്നെ ദുബായ് മാർക്കറ്റിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് മാങ്ങകൾ നമ്മള് ദുബായ് മാർക്കറ്റിൽ തന്നെ പല മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. അങ്ങനെ മേടിച്ചതാണ്. അത് നമ്മൾ ആ റിവ്യൂ തന്നെ പറയുന്നുണ്ട്. സോഴ്സ് പറയുന്നത്
ബാക്കി നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങകൾ മുഴുവൻ നമുക്കറിയുന്ന ആൾക്കാരിൽ പേഴ്സണലി നമുക്ക് അയച്ചു തന്നെ മാങ്ങയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഡ്രമ്മിൽ കായ്ക്കാത്ത മാങ്ങകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പച്ച ഡ്രമ്മിന്റെ ആൾക്കാരുണ്ട് ഇവിടെ. നാലാം സ്ഥാനത്താണ്. അതിൽ നമ്മളെ കാലാപാടില്ല. ഒന്നാം സ്ഥാനം കിടക്കുന്നത് കരാബാവ്. കരബാവ് ദുബായിലുള്ളവർക്കൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. അതിന്റെ റീസൺ എന്താ? വേൾഡിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മാങ്ങ, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന നാംഡോക്കിന്റെ കേസ് അതാ പഴകിയ മാങ്ങ, സ്വീറ്റ് ഫ്ലോറൽ. അതിന്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇതൊന്നും ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് മുറിച്ച് കഴിക്കാനുള്ളതല്ല, അത് ജ്യൂസി ആയിട്ട് ജ്യൂസ് ഫ്ലോറൽ ടേസ്റ്റ് ഓൾറെഡി ഫ്ലേവർ അല്ല, ഫ്ലേവേർഡ് എന്ന് പറഞ്ഞിട്ടില്ല. സ്വീറ്റ് ആണ്, സ്വീറ്റ്. നമ്മൾ പറഞ്ഞ സാധനം സ്വീറ്റ് തന്നെയാണ്. നല്ല മധുരം ഉണ്ട്, നല്ല മധുരം. രണ്ടാമത് റിവ്യൂ ചെയ്ത് കാരണം മാങ്ങ 24 ബ്രിക്സ് വന്നു. അതെ അല്ലേ, ശരിക്കും പഴുത്താലേ 24 ബ്രിക്സ് ഉള്ളൂ. നമുക്ക് 29-30 വരെ കിട്ടിയതുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അതിനേക്കാളും കുറഞ്ഞ ബ്രിക്സ് ഈ നാംഡോക്ക് മൈ കിട്ടിയിട്ട് മധുരം ഫീൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ടാണ്. മധുരം മാത്രം ഇല്ല, ഒന്നുമില്ല, പ്ലെയിൻ ആണ്. അത്താൽഫോനെ കുറിച്ചും പറയുന്നത് ഹണി മാംഗോ. അപ്പോ എല്ലാരും നല്ലവരും. അറ്റാൽഫോ നമ്മൾ കഴിച്ചിട്ടില്ല. അറ്റാൽഫോ കഴിച്ചാണ് നമ്മൾ റിവ്യൂ ഇട്ടിട്ടില്ലേ. ഹിംസാഗർ ഹിംസാഗറൊക്കെ എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് വരുന്ന മാങ്ങയാണ്. വെസ്റ്റ് ബംഗാളിന്റെ മാങ്ങയാണ്. അടിപൊളി സ്വീറ്റ് വരുന്ന കേസർ അതാ ക്യൂൻ ഓഫ് മാംഗോ. അപ്പൊ ക്യൂൻ ഓഫ് മാംഗോ എന്ന് പറയുന്നത് പിന്നെ മറ്റേ അപ്പൊ എല്ലാരെ കുറിച്ചും നല്ല അപ്രിസിയേഷൻ തന്നെയാണ് ഇത് കൊടുക്കുക. ഈവൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാംഡോക്ക് കട്ട് ചെയ്ത് വെച്ചു, ഹിമ പസന്ത് കട്ട് ചെയ്ത് വെച്ചു, മല്ലിക, കാലാപ്പാടി, ഈ ഒരു ചന്ദ്രക്കാരൻ, ഈ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് ലാബില് ഇത്രയും മാങ്ങകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് മാങ്ങ കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കുക. ഒരു കോഫിയും വെച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഭാവി കഴിച്ചു നോക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കായ്ക്കും. നിങ്ങൾ കായ്ച്ചിട്ട് കഴിക്കൂ, എന്നിട്ട് അന്ന് ഞങ്ങൾ തെറി വിളിക്കൂ. അത്രേ ഉള്ളൂ, അത്രേ പറയുന്നുള്ളൂ. നമ്മള് പിന്നെ പൊരിച്ചിട്ടാ കഴിച്ചത്. നമ്മള് പൊരിച്ചിട്ടാണല്ലോ കഴിച്ചത്. നല്ല മസാല മുക്കിട്ടെ. റെഡി. ഔട്ട്ലൈൻ വീണ്ടും പറയും. നമ്മൾ മോശമാക്കി പറഞ്ഞു. നമ്മൾ ഒരുപാട് മാങ്ങകൾ റിവ്യൂ ചെയ്തു. ഒരുപാട് ചാനലൊക്കെ നോക്കിയാൽ പറയാം, ഒരുപാട് മാങ്ങകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതില് പലതിനെ പറ്റിയിട്ടും പല നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നാംഡോക്കിനെ പറ്റി ഒരു നെഗറ്റീവ് പറഞ്ഞത് അതിന് ഇതില്ലാന്ന്, ഫ്ലേവർ ഇല്ല, സ്മെല്ല് കുറവാണ്. എന്തിനാണ് ബാക്കിയുള്ളവർക്ക് ഇത് എന്താണ് വവ്വാലി ചപ്പിയ ഇതൊക്കെ എടുത്ത് എറിയേണ്ട മിനിമം ഒരു വീഡിയോ വിമർശന വീഡിയോസ് വരുമ്പോഴേ മിനിമം വീഡിയോസ് ചെയ്യണം, കാണണം. അല്ലാതെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണ് ചെയ്യുന്നത്. റാസ്കാർഡിന്റെ പഴയ വീഡിയോസിൽ തന്നെ നോക്കിയാൽ മതിയായിരുന്നു. നാട്ടിലുള്ള സകല നഴ്സറിക്കാരെയും നമ്മള് അത്തരത്തിൽ നമ്മൾ താവേണ്ട ആവശ്യമില്ല. മുൻവിധിയോട് കൂടിയിട്ടാണ് പുള്ളി നമുക്കെതിരെ പറഞ്ഞത്. വ്യക്തിപരമായിട്ടുള്ള കമന്റുകൾ ഇട്ടാൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുമല്ലോ. വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് നമ്മുടെ സൈഡ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ കുറെ ആലോചിച്ചു, റിക്വസ്റ്റ് ചെയ്തു, നിങ്ങള് റാസ്കാർഡ് ദയവ് ചെയ്ത് ആ വീഡിയോ മാറ്റി ചെയ്താൽ മതി. പക്ഷെ അതിന് തയ്യാറാവാത്തോണ്ട് പിന്നെ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ പുള്ളി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും പറയാൻ. അപ്പോ അതൊക്കെയാണ് ഒരവസരം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പുള്ളിയുടെ അവിടെ പോകും. പിന്നെ തീർച്ചയായും മാങ്ങ തരാന്ന് പറയണേ, നമുക്ക് നല്ല മാങ്ങ കഴിക്കാലോ, നല്ല ഫ്ലേവർ. ഞങ്ങളത് കഴിച്ചാൽ ഈ പറയുന്ന ഫീലിങ്സ് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റി. അതെ. പിന്നെ വേറെ എന്താ വെച്ചാല് നമ്മൾ ആകെ ആ 2 മാങ്ങ കഴിച്ചു എന്ന് മാത്രം. ഒരു വ്യക്തിയുടെ മാങ്ങ ഒരു വർഷം മുന്നേ കഴിച്ചു, അതേ വ്യക്തിയുടെ മാങ്ങ വീണ്ടും കഴിച്ചു. അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ കഴിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് സെയിം മാങ്ങ ആ രാത്രി പോയത്. അത്രയും കണ്ടീഷൻ ലാൻഡാണ് അത്. അല്ല, അതുകൊണ്ട് വേറെ മാങ്ങ കഴിച്ചില്ല, കഴിച്ചിട്ട് എല്ലാം ഇപ്പൊ ഇങ്ങനെ വീട് ചെയ്യണോ? അതിന്റെ ആവശ്യമില്ല. കുറച്ചൊരു സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ആ 2 മാങ്ങ കമ്പയർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഈ മുന്നേ കഴിച്ചതിൽ നമുക്ക് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അതിനെ ആ രീതിയിൽ കാണാണ്ട് നിങ്ങൾ ആ മാങ്ങ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ത് പറയാനാണ് ഭൈ? ഏറ്റവും
കോമഡി നമ്മൾ കണ്ടെയ്നറിന്റെ മേലും കിടന്നിട്ടില്ല. പിന്നെ വവ്വാല് ചപ്പിയത് കിട്ടുന്നവർക്ക് പിന്നെ അതല്ലേ കിട്ടുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ നേരെ കണ്ടെയ്നറിനുള്ളിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ. അല്ല, ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ടോമി ഫ്രം ഗുജറാത്ത്. നമ്മുടെ ഗുജറാത്ത് കാഴ്ച മാങ്ങയാണ് കൊണ്ടുവന്നാണ്, മേടിച്ചു വന്നല്ല. അവിടെ പോയി H151 ആണ് ബാക്കി ഇരിക്കുന്നത്. അതിൽ കാറ്റിമോൺ ഇരിക്കുന്നുണ്ട്, മഹാചാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് ഫീൽഡിൽ പോയി കളക്ട് ചെയ്താണ്. അത് ഡ്രമ്മിൽ കഴിച്ചതല്ല, മണ്ണി കഴിച്ചതാ. അത് ഡ്രമ്മിൽ കഴിച്ചത് മോശം എന്നല്ല കേട്ടോ പറയുന്നത്. ഡ്രമ്മിൽ കഴിച്ചത് എനിക്ക് സ്ഥലമില്ല. ഞാൻ കോഴിക്കോട് ടൗണിലാണ് ഉള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് ഡ്രമ്മിലാണുള്ളത്. അല്ല അത് പോട്ടെ. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ കമ്പയർ ചെയ്ത് മണ്ണിലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഒരുപാട് പരിമിതികളുള്ള ഒരു സ്പേസിലാണ് ഈ മാവ് വളരുന്നത്. ഡ്രമ്മില് അതിന് കിട്ടേണ്ട എക്സ്ട്രാ കറക്റ്റ് ന്യൂട്രിയൻസ് അതിന് കിട്ടൂല. സ്വാഭാവികമാണ്. നമ്മൾ കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാനും ചിലപ്പോൾ അറിയാവുന്നില്ല. അപ്പൊ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. ഞാനത് അംഗീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മണ്ണിൽ കഴിച്ചത് ധാരാളം കഴിച്ചിട്ടുണ്ട്, ഡ്രമ്മിൽ കഴിച്ചതും ഞാൻ കഴിച്ചിട്ടുണ്ട്. രണ്ടും കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ കമ്പാരിസൺ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വണ്ടർഫുൾ. അതെ, ഇത് നമുക്ക് ഓരോരുത്തര് അവര് വീട്ടിൽ കഴിച്ചത് തന്നതാണ്. അത്രേ ഉള്ളൂ. പുള്ളിയുടെ ഭാഷ പറയുകയാണെങ്കിൽ അണ്ണാൻ ചപ്പിയതും. ഓക്കെ, നമ്മുടെ നാട്ടിലെ മാങ്ങ ചിലപ്പോ അണ്ണാനും വവ്വാലൊക്കെ ചപ്പിന്നിരിക്കും. നമ്മളാ ഭാഗം കട്ടിയത് കഴിക്കും. അല്ല പിന്നെ നല്ലൊരു മാംഗോ ലവർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, മാമ്പഴ പ്രേമി, ഊച്ചിപ്പിരാന്തൻ. മീറ്റർ വെച്ച് കാണിച്ചു കൊടുക്കാലോ. ഹണിയാണ്. അത് ആള് കാണൂല. നമുക്ക് നമ്മളെല്ലാം ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് ആയിട്ടാണ്. നല്ലതല്ലേ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്കൊക്കെ ഇനി എന്തെങ്കിലും സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യുന്ന അത് നമ്മൾ ചെയ്തുതരാം. നോ പ്രോബ്ലം. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഈ മേഖലയിലേക്ക് ഇറങ്ങി എനി സപ്പോർട്ട് പ്ലീസ് കോൺടാക്ട് us. അത്ര എല്ലാ കാര്യവും വിശദമായിട്ട് നമ്മൾ പറഞ്ഞുതരും. നമുക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല അല്ലെ. എന്താ ഈ നമ്മളെ ഓരോ നഷ്ടപ്പെടാനില്ല. സമയം വർക്കിംഗ് ഡേ ആണ്. പണി ഒഴിവാക്കിട്ട് അവിടെ പല പരിപാടികളും ഹോസ്പിറ്റൽ കേസും പല പരിപാടികളും ഒഴിവാക്കിയിട്ടാണ് 1 മണിക്കൂർ 1.5 മണിക്കൂറായി സാഹചര്യമായിപ്പോയി. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ്. എന്തായാലും റാസ്കാട്ടിന് തിരിച്ചും മറുപടി ആയിട്ട് വീണ്ടും വീഡിയോ ചെയ്യാം. ഇത് തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പറയുന്നുള്ളൂ. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പരാമർശം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ കം ബാക്ക്. വി വിൽ റിവേർട്ട്. തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല. ചിലപ്പം അത് അതിന്റെ രീതിയിൽ എങ്ങനെയാണോ ഇത് വരുന്നത്. അല്ല അത്രേ ഉള്ളൂ. നമ്മള് ഇപ്പോഴും വ്യക്തിപരമായിട്ട് നമ്മള് പുള്ളിയെ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പോഴും പറയുന്നത് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഈ റാസ്കാട്ടിന്റെ ഒക്കെ ഉടമ. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എല്ലാവരും നാട്ടിൽ നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യട്ടെ. ബിസിനസ്സുകൾ വളരട്ടെ. നാട് വളരണം. ബന്ധങ്ങൾ വളരട്ടെ. അതിന്റെ കൂടെ അവിടാണ് മെയിൻ. നമ്മളെ ബന്ധങ്ങളാണ് നമ്മളെ അസറ്റ്. പോലുള്ള പല വിദേശ തൈകളൊക്കെ തീർച്ചയായും അതിന് നഴ്സറികളിൽ നല്ല പങ്കുണ്ട്. നല്ല പങ്കുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ഒരു 100 കൊല്ലം പിന്നെ അവിടെ റംബുട്ടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാർഷിക പൊട്ടൻഷ്യൽ തന്നെ മാറി. പിന്നെ അപ്പോ നമ്മുടെ പഴയ വേറെ വീഡിയോസ് സമയം ഉണ്ടാവില്ല എങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിയോടൊക്കെ പറഞ്ഞു കൊടുക്കുക. കാണുക. നഴ്സറിക്കാരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനത്തെ വീഡിയോസ് ആണ്, എന്ത് വീഡിയോസ് ആണൊക്കെ നോക്കിയാൽ മനസ്സിലാവുകയുള്ളൂ. ബൈ. ശരി, എന്നാല് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.